എല്ലാവർക്കും നമസ്കാരം. എല്ലാ ദിവസവും വൈകുന്നേരം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, അതുപോലെ ഫിൻ നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി തുടങ്ങിയ ഇൻഡെക്സുകളുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും ഇൻട്രാഡേയിൽ അവ നമുക്ക് എങ്ങനെ ഒരു പ്രോപ്പറായ എൻട്രി എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നതും, നമ്മൾ ഇന്നലെ പറഞ്ഞത് എന്തായിരുന്നു, ഇന്ന് മാർക്കറ്റിൽ നടന്നത് എന്തായിരുന്നു, നാളെ ഇനി നടക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ള ഒരു ചെറിയ വിവരണവും, അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ ഇൻട്രാഡേ സ്റ്റോക്ക് സജഷൻ വീഡിയോയും ഈ ചാനൽ വഴി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബിഗിനേഴ്സിനും അതുപോലെ തന്നെ ട്രേഡ് ചെയ്ത് ശീലമുള്ള എല്ലാവർക്കും സഹായകരമാകുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ ചെയ്ത വീഡിയോയിൽ നമ്മുടെ തമ്പനെയിലിൽ മാർക്കറ്റ് സൂചനകൾ താഴേക്ക് എന്നുള്ളതാണ് കൊടുത്തത്. അതുപ്രകാരം തന്നെ ഇന്ന് സത്യത്തിൽ മാർക്കറ്റ് നമുക്ക് താഴേക്ക് വന്നു. കാരണം ഇന്നലെ നമ്മൾ ട്രെൻഡ് വരച്ചപ്പോൾ അതിലൊരു റേസിംഗ് വെഡ്ജാണ് കണ്ടത്. റേസിംഗ് വെഡ്ജ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും മാർക്കറ്റ് താഴേക്ക് തന്നെ വരണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് കറക്റ്റായി ടെക്നിക്കൽ വർക്കായി എന്ന് തന്നെ നമുക്ക് പറയാം. ഏതായിരുന്നാലും നിഫ്റ്റി 208 പോയിൻ്റ് മൈനസിലും, ബാങ്ക് നിഫ്റ്റി 750 പോയിൻറ്റും, ഫിൻ നിഫ്റ്റി 431, മിഡ് ക്യാപ്പ് 88 100 പോയിൻറ്റിനടുത്തും ഫാളായി. ഇന്ന് അത്യാവശ്യം എല്ലാവർക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇന്നൊരു 4 സിഗ്നൽ മാത്രമേ കൊടുത്തുള്ളൂ. നമുക്ക് വൺ സൈഡിലേക്ക് മാത്രം മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പം, അതും കൂടുതൽ പോയിൻറ്റുകൾ പോയി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സിഗ്നലുകൾ കൊടുക്കാൻ സാധിക്കില്ല. കാരണം ഏത് നിമിഷവും ഒരു റീട്രേസ്മെൻറ്റ് പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് ഏകദേശമല്ല 4 സിഗ്നൽ മാത്രമേ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് 4ലും പ്രോഫിറ്റാണ്. നമുക്ക് നിഫ്റ്റിയിൽ ഇന്നലെ എന്താണ് പറഞ്ഞത്? നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ പറഞ്ഞത് 24,480 മുകളിൽ എൻട്രി എടുത്ത് പോകാം എന്നാണ്. നമുക്ക് സത്യത്തിൽ ഇന്ന് അത് ടച്ച് ചെയ്തിട്ടില്ല. അതിന് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. 24,342 ഓപ്പൺ ചെയ്ത് 24,359, ജസ്റ്റ് ഒരു 10-12 പോയിൻ്റ് മുകളിലേക്ക് പോയി. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നിഫ്റ്റി താഴേക്ക് വരികയാണ് ചെയ്തത്. താഴെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെയാണ് എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എവിടെയെന്ന് ചോദിച്ചാൽ 24,300 താഴെ, 24,300 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 1 അവർ ടൈം ഫ്രെയിമിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് എടുത്തു വരാം എന്ന് പറഞ്ഞു. നമുക്കിതാ ഇവിടെയാണ് ക്രോസ് ചെയ്തിരിക്കുന്നത്. അതായത് 11.4-ൻ്റെയും 12.4-ൻ്റെയും ഇടയിലുള്ള ക്യാൻഡിൽ. അപ്പോൾ കറക്റ്റ് 12.4 എന്ന് വെച്ചോളൂ. 12.4 ശേഷം ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തത് 24,296 അതിന് മുമ്പ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് നോക്കാം 24,296 തന്നെയായിരുന്നു. അതേ പ്രൈസ് തന്നെയാണ് ഓപ്പൺ ചെയ്തത്. പിന്നീട് 24,297.60 വരെ ജസ്റ്റ് ഒരു പോയിൻ്റ് കൂടെ പോയി. ആ ഒരു റെസിസ്റ്റൻസ് 24,300 എന്നുള്ള റെസിസ്റ്റൻസ് ടച്ച് ചെയ്ത് താഴേക്ക് വരുമ്പോൾ നമുക്ക് എൻട്രി ലഭിച്ചു. കാരണം ഒരു ചെറിയ റീട്രേസ്മെൻറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കേണ്ടുള്ളൂ. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ പ്രോപ്പറായ ഒരു എൻട്രി കിട്ടി. ഏകദേശം എത്ര പോയിൻ്റ് നോക്കും, നമ്മുടെ വീഡിയോ ശ്രദ്ധിക്കുന്നവർക്ക് ഇന്ന് അത്യാവശ്യം പോയിൻ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകും. 160ഓളം പോയിൻ്റ് പോട്ടെ, 150ഓളം പോയിൻ്റ് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞത് 50,850 മുകളിലാണ് ഒരു ബൈ എൻട്രി പറഞ്ഞത്. അതേപോലെ താഴെ വരികയാണെങ്കിൽ 50,150 താഴെയുമാണ് പറഞ്ഞത്. 12.4 to 1.4 ഉള്ളിലുള്ള സ്ട്രൈക്കാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തത്. ഇത് ക്ലോസ് ചെയ്തത് 50,036 അതിനുശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തത് 50,037 തന്നെ. ഇത് 36 ഇത് തൊട്ട് അപ്പോൾ അവിടെ തന്നെ 37, ജസ്റ്റ് ഒരു അര പോയിൻറ്റിൻ്റെ മാറ്റം എന്നുള്ളൂ. അതിനുശേഷം ഒരു റീട്രേസ്മെൻറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. അത് റീട്രേസ്മെൻറ്റ് അടിച്ചു 50,129. നമ്മുടെ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ഇവിടെ 50,150. അവിടെ പോയിട്ട് പിന്നീട് താഴെ വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാമല്ലോ ഇനി അത് വീണ്ടും താഴേക്ക് തന്നെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ റീട്രേസ് ചെയ്ത് താഴേക്കും വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്നെങ്കിലും, അതായത് ഇതിപ്പോൾ 50,125 എന്ന് വെച്ചോളൂ, നമുക്കൊരു 50,100 ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടാവും ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അതിൽ 50,100 എന്ന് പറയുമ്പോൾ
അവിടുന്ന് താഴെ നമുക്ക് ഇതുവരെ ഏകദേശം ഒരു 289 പോയിൻ്റ് പോട്ടെ 250 പോയിൻ്റ് ബാങ്ക് നിഫ്റ്റിയിലും ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന എപ്പോഴും പ്രോപ്പറായ എൻട്രി എന്ന് പറയുന്നില്ലേ, അത് ഇങ്ങനെയാണ് നമ്മൾ ക്യാച്ച് ചെയ്യേണ്ടത്. ശരിക്കും ഇന്ന് സ്റ്റോപ്പ് ലോസ് ഒന്നും വെക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല, ആ വൺ സൈഡ് മാർക്കറ്റ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞത് ഇതിന് മുകളിൽ 23,150 മുകളിലും താഴേക്ക് വരികയാണെങ്കിൽ 22,810 താഴെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അത് ഈ ഒരു ക്യാൻഡിലാണ് 11.4 തൊട്ട് 12.4 ഉള്ളിലുള്ള ക്യാൻഡിൽ 12.4 ക്ലോസ് ചെയ്ത ക്യാൻഡിലാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് തൊട്ടടുത്ത് തന്നെ എൻട്രി ലഭിച്ചിട്ടുണ്ട്. ഫിൻ നിഫ്റ്റിയിൽ ചെയ്യുന്നവർക്കും അത്യാവശ്യം പ്രോഫിറ്റ് ഇവിടെ നിന്നെടുത്താലും നമുക്ക് ഇതിലൊരു 200 പോയിൻ്റ് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ മിഡ് ക്യാപ് നിഫ്റ്റിയിൽ ഒരു ഡബിൾ ബോട്ടം ഫോം ആകുന്ന പോലെ നമുക്കൊക്കെ തോന്നുന്നുണ്ട്. ഏതായാലും നമുക്ക് നാളേക്കുള്ള ട്രേഡിംഗ് സെറ്റപ്പ് അത് നടത്താം. മിഡ് ക്യാപ്പിൽ നമ്മൾ പറഞ്ഞത് 12,730 മുകളിൽ 12,720 മുകളിൽ ഒരു ബൈ എൻട്രിയാണ്. നമുക്ക് മേലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. താഴേക്ക് വരികയാണെങ്കിൽ 12,580 താഴെയാണ്, 12,580 താഴെയുമാണ് പറഞ്ഞത്. നമുക്ക് ഇവിടെ 1.4 to 2.4 അതായത് 2.4 മണിക്കാണ് ഇത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇതൊരു റീട്രേസ്മെൻറ്റ് നടത്തി വീണ്ടും താഴെ വന്നപ്പോൾ ഈ ട്രെൻഡ് ലൈൻ അതായത് ഈ സപ്പോർട്ട് 12,580 എന്നുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴെ വന്നപ്പോൾ നമുക്കൊരു എൻട്രി ലഭിച്ചു. നമുക്ക് ഇതിൽ കാര്യമായ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. ഏകദേശം എന്ന് പറയുകയാണെങ്കിൽ ഒരു 17 പോയിൻ്റ്. ഓക്കെ, അത് മിഡ് ക്യാപ് നിഫ്റ്റിയിൽ നമുക്ക് എൻട്രി എടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല, കാരണം മാർക്കറ്റ് ക്ലോസിങ് ടൈം ആയതുകൊണ്ട് മാത്രമല്ല. അപ്പോൾ നമുക്ക് ഇന്നലെ പറഞ്ഞതിൽ 3 ഇൻഡെക്സിൽ നമുക്ക് അത്യാവശ്യം ഇത് പ്രോപ്പറായ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വീഡിയോ കാണുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അവർക്കൊരു എൻട്രി ലഭിച്ചിട്ടും ഉണ്ടാവും എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി നമുക്ക് നാളേക്കുള്ള ട്രേഡിംഗ് സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ചാനൽ പാറ്റേൺ ആയി ഇപ്പോൾ റേസിംഗ് വെഡ്ജ് പോയി ചാനൽ പാറ്റേൺ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ചാനൽ പാറ്റേൺ ഈ ബോട്ടം ലൈനിനെ ക്രോസ് ആൻഡ് ക്ലോസ് ആണ് ചെയ്തിരിക്കുന്നത് 1 hour ടൈം ഫ്രെയിമിൽ. അതിനുശേഷം ലാസ്റ്റ് 1 hour ക്യാൻഡിൽ ഒരു ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 210 പോയിൻറ്റിൻ്റെ നെഗറ്റീവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നാളെ തീർച്ചയായും ഇവിടെ നിന്നാണ് മേലേക്ക് എടുത്ത് പോകാൻ പറ്റുള്ളൂ. 24,480. ഓക്കെ, ഇവിടെ ഈ ലൈനിൽ നിന്ന് തന്നെ നമുക്ക് പോകാൻ കഴിയുള്ളൂ. അതേസമയം താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ഈ ലൈന് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് 24,110 24,480 മുകളിൽ അപ്സൈഡും നോട്ട് ചെയ്തോളൂ. 24,480 മുകളിൽ അപ്സൈഡും 24,110 താഴെ ഡൗൺ സൈഡും നമുക്ക് എൻട്രി എടുത്ത് പോകാം. 1 hour ടൈം ഫ്രെയിമിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു റീട്രേസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ നാളെ ട്രേഡിംഗ് സെറ്റപ്പ് നടത്താവുന്നതാണ്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലൈന് മാറ്റേണ്ടതുണ്ട്. നമുക്ക് ഇതിൻ്റെ പ്രീവിയസ് ഡേയുടെ ലോവിൽ റെസിസ്റ്റൻസ് വെക്കാൻ കഴിയും 50,530 മുകളിൽ. 50,530 മുകളിൽ നമ്മൾക്കൊരു മുകളിലേക്ക് എടുത്ത് പോകാം. താഴേക്ക് വരികയാണെങ്കിൽ 49,650 താഴെ 49,650 താഴെ കുറച്ചും കൂടെ നമുക്ക് താഴെ വയ്ക്കുകയാണെങ്കിൽ 49,600 49,600 താഴെ ഡൗൺ സൈഡിലേക്ക് നമുക്ക് എൻട്രി പോസിബിളാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രെൻഡ് ലൈന് തന്നെയാണ് ഇപ്പോഴും ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈന് എന്തായാലും ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് തന്നെയാണ്. നിങ്ങളെപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു ലൈന് തന്നെയാണ്. ഇതിന് മുകളിൽ ക്രോസ് ചെയ്താൽ മാത്രമേ കൃത്യമായൊരു പ്രോപ്പറായ എൻട്രി ലഭിക്കുകയുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് 50,530 ശേഷം നമുക്ക് എൻട്രി എങ്ങനെ സാധ്യമാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ നമുക്ക് ഇവിടെ നിന്നും ഈ ഒരു ഗ്യാപ്പ് 400ഓളം പോയിൻ്റ് ഉണ്ട്. നമുക്ക് ഈ ക്യാൻഡിൽ ഈ ചാർട്ടിൽ നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇനി ഇവിടെ നിന്നാണ് നമുക്ക് ഈ എൻട്രി ലഭിക്കുന്നതെന്ന് തന്നെ വെച്ചോളൂ. അപ്പോഴും നമുക്ക് 200 പോയിൻറ്റിൻ്റെ ഡിഫറൻ്റ് ഉണ്ട്.
ഒരു ബാങ്ക് നിഫ്റ്റിയിലൊക്കെ 200 പോയിൻ്റ് ഡിഫറൻറ്റ് പറയുമ്പോൾ നമുക്ക് പ്രീമിയം അതായത് സ്ട്രൈക്കിൽ അത്യാവശ്യം പ്രോഫിറ്റോട് കൂടി ഇറങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ ഒരു ട്രെൻഡ് ലൈന് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്താലാണ് പ്രോപ്പറായി നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പാടുകയുള്ളൂ എന്നാണ് ഇത് രണ്ടാമത് അനലൈസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ നിങ്ങളെപ്പോഴും ഈ ഒരു ട്രെൻഡ് ശ്രദ്ധിക്കുക. ഡൗൺ സൈഡ് വരികയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്നും താഴെ ബ്രേക്ക് ഔട്ട് ചെയ്തു, നമ്മൾ എൻട്രി എടുത്ത് വന്നു. ഇവിടെ വെച്ച് നമ്മൾ എക്സിറ്റ് അടിക്കണം. അത് എവിടെ നിന്നാണോ ഈ ട്രെൻഡ് ലൈന് നിങ്ങൾ പ്രോപ്പറായി വരച്ചിട്ട് എവിടെ നിന്നാണോ അത് ടച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്നതിന് മുമ്പോ 50 പോയിൻറ്റോ മുന്നിലായിട്ട് എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഏതായിരുന്നാലും നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇലക്ഷന് മുമ്പുള്ള ഈ ഒരു സപ്പോർട്ട്, ഈ ഒരു ലോ വന്ന് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് 46,500 വന്ന് എടുത്ത് തിരിച്ചു പോകാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. നമ്മൾ കുറേ ദിവസങ്ങളായി പറയുന്ന ഒരു ഏരിയയാണിത്. ഓക്കെ, അത് ശരിയാവാം, ശരിയാവാതിരിക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഒരു ഹൈ വെച്ച് ഒരു സിങ് വന്ന് പിന്നീട് ഒരു ലോ വെച്ച് ഇങ്ങനെ തന്നെയാണ് നിഫ്റ്റിയും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വീണ്ടും നാളെ ഇത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായി നെക്സ്റ്റ് സിങ്, ഇവിടെ ഒരു സപ്പോർട്ട്, അതിനുശേഷം നെക്സ്റ്റ് ഇവിടെ ഒരു സപ്പോർട്ട്, അതിനുശേഷം ലാസ്റ്റ് ഇവിടെ, അതായത് 21,750 വരെ വന്ന് ഇവിടെ നിന്നായിരിക്കാം പ്രോപ്പറായി, അതായത് ഇലക്ഷന് മുമ്പുള്ള സപ്പോർട്ട് എടുത്ത് ഇലക്ഷന് മുമ്പുള്ള ലോ എടുത്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യത. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഇങ്ങനെയാണ്. നമുക്ക് നാളേക്ക് ട്രേഡ് ചെയ്യാനുള്ള ആ ഒരു സെറ്റപ്പ് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഫിൻ നിഫ്റ്റിയിൽ നോക്കാം. ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം എന്നും പറയുന്നത് പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഫിൻ നിഫ്റ്റി നമുക്ക് ട്രേഡ് ആവുന്നത്. സത്യത്തിൽ ഇവിടെ റൗണ്ട് പാറ്റേൺ ഫോം ആകുന്ന പോലെ തോന്നുന്നില്ലേ? അപ്പോഴും നമുക്ക് മാർക്കറ്റ് താഴേക്ക് തന്നെയാണ് സൂചനകൾ നൽകുന്നത്. ഓക്കെ, ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 20,550 വരെ വന്ന് അവിടെ നിന്നും സപ്പോർട്ട് എടുത്ത് പോകാനാണ് സാധ്യത. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഈ ഫിൻ നിഫ്റ്റിയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മേജറായ സപ്പോർട്ട് 20,000 ഈ ഇലക്ഷന് മുമ്പുള്ള ആ ലോ, അതിനും താഴെ ക്ലോസ് ചെയ്താൽ പിന്നെ ഒരു ഹ്യൂജ് ഫാള് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 12,000-3,000 പോയിൻ്റ് ഡൗൺ വന്നതിന് ശേഷമേ മാർക്കറ്റ് നിൽക്കുകയുള്ളൂ. പക്ഷെ കൂടുതലും ഈ ഒരു സപ്പോർട്ട്, മേജർ സപ്പോർട്ട് എടുത്തുകൊണ്ട് തിരിച്ച് മുകളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യതകൾ കാണുന്നത്. അപ്പോൾ ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാളെ, ഇന്ന് നമ്മുടെ ഒരു മെമ്പർ കമ്മോഡിറ്റിയിലൊന്നും തന്നിട്ടില്ല, അരിക്കാശ് കിട്ടുമോ ചോദിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ നേരത്തൊക്കെ അരിക്കാശിന് വേണ്ടി നമ്മൾ പോയാൽ ചിലപ്പോൾ അഗ്ഡ് കൊടുക്കേണ്ടി വരും പറഞ്ഞു. 23,150 മുകളിൽ, അത്ര മേലെ വേണ്ട, നമുക്ക് ഇവിടെ നിന്നെടുക്കുക. 22,990, 22,990 മുകളിൽ ഫിൻ നിഫ്റ്റിയിൽ മുകളിലേക്ക് എടുത്തു പോകാം. താഴേക്കാണെങ്കിൽ ഈ ഒരു സിങ് ഇന്ന് സത്യത്തിൽ സപ്പോർട്ട് ഇവിടെ വന്നിട്ട് തന്നെ എടുത്തിരിക്കണത്. നോക്കൂ, കറക്റ്റാണ്, കണ്ടോ, കറക്റ്റ് സപ്പോർട്ട് ഇവിടെ നിന്ന് തന്നെ എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ലൈനിന് മുകളിലാണ് ഗ്രീൻ ക്യാൻഡിൽ വെച്ചിരിക്കുന്നത്. പറയാൻ പറ്റില്ല, താഴേക്ക് തന്നെ നമുക്ക് സൂചനകൾ നൽകുകയാണെങ്കിലോ 22,590 താഴെ നമുക്ക് ഫിൻ നിഫ്റ്റിയിൽ ഡൗൺ സൈഡും എടുത്തു പോകാം. 22,990 മുകളിൽ അപ്പ് സൈഡും എടുത്തു പോകാം. ഓക്കെ, മിഡ് ക്യാപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്നത്തെ ട്രേഡിങ് കാര്യമായിട്ടുള്ള ഒരു എൻട്രി നമുക്ക് മിഡ് ക്യാപ്പിൽ ലഭിച്ചിട്ടില്ല. ഒരു 17 പോയിൻറ്റിൻ്റെ സാധ്യതയെ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് നാളെ മിഡ് ക്യാപ്പിൽ ചെയ്യാനുള്ളത് ഈ ഒരു സിങ്ങിന് താഴെ വരികയാണെങ്കിൽ എടുക്കാം. 12,540 താഴെ, 12,540 താഴെ ഡൗൺ സൈഡും മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പിടിച്ചാൽ മതി. 12,710 മുകളിൽ മിഡ് ക്യാപ് നിഫ്റ്റിയിൽ മുകളിലേക്കും എടുത്തു പോകാം. സുഹൃത്തുക്കളെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് കറക്റ്റായ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് പ്രോപ്പറായ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക.
ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ പഠിക്കുക, പഠിച്ചുകൊണ്ട് വളരുക, ട്രേഡിങ്ങിൽ വളരുക, ഉയരങ്ങളിലെത്തുക. മറ്റൊരു കാര്യം ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ വീഡിയോൻ്റെ ഫസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരുപാട് സ്കാം ആപ്ലിക്കേഷനുകളുണ്ട്. പണം ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണത്. എല്ലാ വീഡിയോയും എന്ന് പറഞ്ഞാൽ ഓരോ ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്ന വീഡിയോകളിൽ പറയുന്നതാണ്. നിങ്ങളുടെ പണം അത് വേറൊരാളുടെ കയ്യിൽ, അത് ഇനി ഓൺലൈൻ മണി ആയിട്ടാലും ശരി, വിർച്വൽ മണി ആയിട്ടാണെങ്കിലും ശരി, നിങ്ങളുടെ കറൻസി ആയിട്ടാണെങ്കിലും ശരി, വേറൊരാളുടെ പക്കൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. ഒരു പ്ലാറ്റ്ഫോമിലും ഒന്നിലും ഈ സെബി രജിസ്ട്രേഷനിലല്ലാതെ NSE BSE സെബി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിലല്ലാതെ നിങ്ങൾ മറ്റൊന്നിലും പണം ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ അടുത്ത് പണമുണ്ടെങ്കിൽ അത് പാവങ്ങൾക്ക് കൊടുക്കുക. ഓക്കെ, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.